പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. ആരാ ഇത്? ഉപ്പുകൂറ്റനോ? ഈ മോന്തി നേരത്ത് നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കണേ? നാവൂട്ടി ചോദിച്ചു. നാവൂട്ടിയുടെ പാട്ട് കേട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പണി ഇനി മതിയാക്കിക്കൂടെ നാവൂട്ടി? നാവൂട്ടിക്ക് മക്കളില്ലേ? അവരെ പണിക്ക് അയച്ചൂടെ? നാവൂട്ടി ആദ്യം ഒന്ന് അമർത്തി മൂളി, പിന്നെ പതുക്കെയൊന്ന് കുലുങ്ങിച്ചിരിച്ചു. എന്താന്നും ചിരിക്കണത്? നാവൂട്ടിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. 2 ഉശിരം കുട്ടിയോള്. മൂത്തോൻ വസൂരി പിടിച്ച് ചത്തു. രണ്ടാമത്തോനോ, അവൻ 20 ആണ്ട് ജീവിച്ചു. അവനെ തമ്പ്രാൻ തല്ലിക്കൊന്നു. നാവൂട്ടിക്ക് വീർപ്പുമുട്ടി. ഉപ്പുകൂറ്റൻ ഞെട്ടിയില്ല. ഇത്തരമൊരു സംഭവത്തിൽ ഞെട്ടാനൊന്നുമില്ല. തമ്പുരാൻ്റെ അടിമകളാണ് ചെറുമക്കൾ. കൊല്ലാനും വളർത്താനും തമ്പുരാൻ അധികാരമുണ്ട്. പരമ്പരയാ തമ്പുരാന് കിട്ടിയതാണ് ഈ അധികാരം. അവനെ തല്ലിക്കൊന്നു. പേനായെ തല്ലിക്കൊല്ലണ പോലെ തല്ലിക്കൊന്നു. ഈ വയസ്സുകാലത്ത് നാവൂട്ടിക്കും കെട്ടിയോൾക്കും ആരുമില്ല. ഉപ്പുകുറ്റ, എങ്ങക്കാരുമില്ല. നാവൂട്ടി പൊട്ടിക്കരഞ്ഞു. മുണ്ടിൻ്റെ കോന്തലയഴിച്ച് ഉപ്പുകുറ്റൻ ഒരു നാണയം പുറത്തെടുത്തു. നാവൂട്ടിയുടെ കയ്യിൽ വെച്ചു. പോണ വഴിക്ക് അരിയും സാമാനവും വാങ്ങിച്ചോ ട്ടോ നാവൂട്ടി, ഉപ്പുകുറ്റൻ പറഞ്ഞു. ഏനൊരു കാര്യം പറഞ്ഞാൽ ഉപ്പുകുറ്റൻ സമ്മതിക്കുമോ? സമ്മതിക്കാം, എന്തായാലും സമ്മതിക്കാം. എന്താ കാര്യം? എന്നിത്തിരി കള്ള് മോന്തണം. പാതിക്കാശിന് കള്ള്, ബാക്കിക്ക് അരിയും കോപ്പും. എന്താ, സമ്മതിച്ചോ? ഉപ്പുകുറ്റൻ വിഷമത്തിലായി. വാക്കുകൊടുത്തതാണ്. ഇങ്ങനെ ഒരാവശ്യം നാവൂട്ടി ഉന്നയിക്കുമെന്ന് വിചാരിച്ചിരുന്നതല്ല. ചെറുമൻ, പുലയൻ, പറയൻ ഇവരൊക്കെ മദ്യത്തിൻ്റെ അടിമകളാണ്. ജന്മിയുടെ മർദ്ദനമേറ്റ അവശരാകുമ്പോൾ അവർ ആശ്വാസം കണ്ടെത്തുന്നത് കള്ളിലാണ്. സമ്പന്നവർഗം അധകൃതരെന്ന് മുദ്രകുത്തി അവരെ പുറന്തള്ളിയിരിക്കുന്നു. അവർ തമ്മിൽ കലഹിക്കുന്നു. കാരണമില്ലാതെ തന്നെ തമ്മിൽ ശത്രുക്കളായി മാറുന്നു. ഉപ്പുകൂറ്റൻ എന്താ മിണ്ടാത്തേ? കുടിച്ചോ, പോയി മൂക്കറ്റം കുടിച്ചോ, ഉപ്പുകൂറ്റൻ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു. തൊണ്ടയിൽ ഗദ്ഗതം മുറ്റി നിന്നു. നാവൂട്ടി ഉപ്പുകൂറ്റൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. മങ്ങിയ നാട്ടുവെളിച്ചം അയാളുടെ മുഖത്ത് ഒരഗ്നിയായി പടരുകയാണെന്ന് നാവൂട്ടിക്ക് തോന്നി. ഏൻ കുടിക്കില്ല ഉപ്പൂറ്റ, കുടിക്കില്ല. ചത്തുപോയ അമ്മയാണേ സത്യം. ഏനിനി കുടിക്കില്ല. നാവൂട്ടി വികാരാധീനനായി. ഉപ്പുകൂറ്റൻ നാവൂട്ടിയുടെ ചകിരി പോലുള്ള തലമുടിയിൽ തലോടി. വിശക്കണ്ടോ നാവൂട്ടി? ഉണ്ട്. ചാക്കിൽ നിന്നും എള്ളുണ്ടയെടുത്ത് ഉപ്പുകൂറ്റൻ നീട്ടി. നാവൂട്ടി ആർത്തിയോടെ അത് തിന്നു തീർത്തു. കനത്ത ഇരുട്ട് വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. നടക്ക്, ഞാൻ നാവൂട്ടിയുടെ ചാള വരെ വരാം. നേരെ ഇരുട്ടായി. അയ്യോ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അരി വാങ്ങണ്ടേ? വേണം, ഞാനും കൂടെ വരാം. നാവൂട്ടി പാടിക്കൊണ്ട് നടക്കൂ, എൻ്റെ പിന്നാലെ നടക്ക്. നാവൂട്ടി പാടി. നേരം പോയി പൂക്കൈത മറപറ്റി. നാവൂട്ടി പാടിത്തുടങ്ങി. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.